How do you see Taliban foreign minister visit to India? Can India trust Taliban? Can India trust Taliban? ഒരിക്കലും ഇല്ല. ഇന്ത്യക്ക് എങ്ങനെയാണ് താലിബാനെ സ്വീകരിക്കാൻ സാധിക്കുക? ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള റിലേഷൻ വെച്ച് നോക്കുമ്പോൾ അഫ്ഗാനിസ്ഥാനുമായിട്ടൊരു ബന്ധം വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ആര് ആണ് ഭരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ചോയ്സ് അല്ല, നമ്മുടെ ഓപ്ഷനും അല്ല. ഒരു വിദേശ രാജ്യം ആരുടെ കീഴിലാണ്, ആരാണ് പ്രധാനമന്ത്രി, ആരാണ് പ്രസിഡന്റ്, എന്താണ് രാജാവാണോ, ഇത് നമ്മളല്ല തീരുമാനിക്കേണ്ടത്. നമുക്ക് ആരാണോ അവിടെ ഉള്ളത് അവരുമായിട്ട് ഡീൽ ചെയ്യുക എന്നുള്ളതേ പറ്റൂ. എന്നിരുന്നാലും താലിബാൻ എന്ന് പറയുന്നത് വളരെ സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു ഒരു ഭീകരവാദ പ്രസ്ഥാനമാണ് താലിബാൻ. തീയോബന്തി ഇന്ത്യൻ ഒറിജിനാണ്. അതെങ്ങനെയുണ്ട്? വിദ്യാർത്ഥികൾ അവരുമായിട്ട് ബന്ധപ്പെടേണ്ടി വരുന്നു. ഇപ്പോൾ പ്രധാനമായിട്ടും പാകിസ്ഥാനിൽ അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ നോക്കൂ, 30ഓളം 54 സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അത് ആലോചിച്ച്, ഇന്ത്യയിൽ 54 സൈനികർ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് വലിയൊരു വിഷയമായിരിക്കും. അത്ര വലിയ വിഷയം പാകിസ്ഥാൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഈ ഖൈബർ പഖ്തൂൺഖ്വ പ്രദേശത്ത് നിന്ന് താലിബാനും ബലൂചിസ്ഥാനിൽ നിന്ന് ബലൂച്ച് ലിബറേഷൻ ആർമിയൊക്കെ ഉൾപ്പെടെയുള്ള സംഘങ്ങളും പാകിസ്ഥാനിൽ നല്ല പ്രശ്നമുണ്ട്. പാകിസ്ഥാൻ ചെന്നപ്പോൾ പീസ് ട്രീറ്റിയിൽ സൈൻ ചെയ്തു. അങ്ങനെ അവിടെ 14 പേർ കൊല്ലപ്പെട്ടു. പാകിസ്ഥാൻ പ്രശ്ന സങ്കുലിതമായി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ്. അവർക്ക് ഒരേ ഒരു പരിഹാരം വെച്ചാൽ ഇന്ത്യയുമായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി കുറേ നേരം ആളുകളെ ഇങ്ങനെ അല്ലെ പ്ലെയിൻ താണു വീണു എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ നിർത്താമെന്നല്ല. പാകിസ്ഥാന്റെ കാര്യം പ്രിറ്റി ഹോപ്പ്ലെസ് ആണ്. അപ്പം അതുകൊണ്ട് പാകിസ്ഥാന് ഇപ്പോൾ അഫ്ഗാനിസ്ഥാന് കുറേ വിവരങ്ങളൊക്കെ നമുക്ക് തരാനുണ്ട്. പിന്നെ അവരെ ഈ ഇപ്പോൾ ഇറാനിൽ നിന്ന് അവരെ അടിച്ചു ഓടിച്ചിട്ടുണ്ട്. ഇപ്പം മൊസാദിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നും പറഞ്ഞ് ലക്ഷക്കണക്കിന് അഫ്ഗാനികളെയാണ് അവിടെ നിന്ന് അടിച്ചു ഓടിച്ചിരിക്കുന്നത്. പിന്നെ ഇന്ത്യയിൽ അവർ വരാറുണ്ട്, പ്രത്യേകിച്ച് ക്രിക്കറ്റ് കളിക്കാനൊക്കെ ചില ആളുകൾ വരാറുണ്ട്. അവർ IPL പങ്കെടുക്കുന്ന, പാകിസ്ഥാനെ പങ്കെടുപ്പിക്കുന്നുമില്ല. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടൊരു നല്ല ബന്ധം, അഫ്ഗാനിസ്ഥാനുമായിട്ടൊരു നല്ല ബന്ധം ഉണ്ട്, അല്ലെ ഉണ്ടായി വരുന്നു. അതാണ് നല്ലതെന്ന് വെച്ചാൽ അതാണ് നല്ലത്. ഇവന്മാരുമായിട്ട് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം കണ്ടഹാറിലേക്ക് വിമാനമൊക്കെ അടിച്ചുകൊണ്ട് പോയണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാളൊരു മുള്ളാണ് കുപ്പിച്ചില്ലാണെങ്കിൽ നിങ്ങളുടെ ഷൂവിനകത്താണോ ഇരിക്കേണ്ടത് പുറത്താണോ ഇരിക്കേണ്ടത് എന്നുള്ള ചോദ്യം പോലെ ഉള്ളത്. അപ്പോഴും കുപ്പിച്ചില് തന്നെയാണ്. അഫ്ഗാനിസ്ഥാനെ വിശ്വസിക്കണോ എന്നൊക്കെ ചോദിക്കും. അഫ്ഗാനിസ്ഥാൻ എന്തിനാണ് വിശ്വസിക്കുന്നത്? അഫ്ഗാനിസ്ഥാനിൽ ഇപ്പൊ ഇരിക്കുന്ന മതഭരണകൂടം അവരുമായിട്ട് ഇപ്പൊ അതിന്റെ മേളിൽ കൂടെ പറക്കണം, അഫ്ഗാനിസ്ഥാന്റെ മേളിൽ കൂടെ പറക്കണം. താലിബാൻ ആയാലും കൊള്ളാം, അൽഖ്വയ്ദ ആയാലും കൊള്ളാം, നമുക്ക് അവരുമായിട്ടൊരു റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമല്ല അത് ചെയ്യാൻ പറ്റും. അത് നമ്മൾ അംഗീകരിക്കുന്നു എന്നല്ലല്ലോ, നമ്മൾ അംഗീകരിക്കാനും പാടില്ല. ഒരിക്കലും താലിബാൻ പോലെയുള്ള ഒരു ഫോഴ്സിനെ ഒരു രീതിയിലും പ്രോത്സാഹിപ്പിക്കാനോ അംഗീകരിക്കാനോ പിന്തുണയ്ക്കാനോ പാടില്ല. അതാണ് എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സ്ത്രീ വിരുദ്ധമായി കൈകോർത്തു ഇന്ത്യ അവിടെ സയൻസിനും ടെക്നോളജിക്കും വേണ്ടി സഹായിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് വളർന്നാലും താലിബാന്റെ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? താലിബാന്റെ സോഫ്റ്റ്വെയറിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. താലിബാൻ ഇപ്പോൾ ഇവിടെ തന്നെ ഡൽഹിയിൽ വന്ന് അവരുടെ എംബസിയിൽ മീറ്റ് നടത്തിയപ്പം അതിനകത്ത് സ്ത്രീകൾ പത്രലേഖകരായിട്ടുണ്ടായിരുന്നില്ല. ശരിയാണ്, എംബസി എന്ന് പറയുന്നത് ഏതൊരു രാജ്യത്തിൻ്റെ എംബസി എന്ന് പറയുന്നത് ആ രാജ്യത്തിന് വളരെ കുറച്ച് അധികാരം മാത്രമേ. ഇപ്പോൾ തന്നെ നജീബുള്ളയുടെ കാര്യം നിങ്ങൾക്കറിയാം. നജീബുള്ള അവിടെ UN കോൺസുലേറ്റിലാണ് ശരിക്കും താമസിച്ചത് വർഷങ്ങളോളം. കാരണം അത് താലിബാൻ ആക്രമിക്കില്ല എന്ന് കരുതി വർഷങ്ങളോളം താമസിച്ചു. പക്ഷെ അവിടെ കയറി അയാളെ വലിച്ചഴിച്ചു കൊണ്ടുവന്നാണ്, അടിച്ചു കൊന്ന് വലിച്ചഴിച്ച് ട്രക്കിന്റെ പുറയിലൂടെ വലിച്ചഴിച്ചു കൊണ്ടുവന്നാണ് തെരുവിൽ കൊണ്ടുവന്ന് അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കി നിർത്തിയത് വിളക്കുകാലിൽ. പക്ഷെ അയാള് അഭയം പ്രാപിച്ചാണ്. അപ്പോൾ ഒരു രാജ്യത്തെ പ്രസിഡന്റ് അവിടെയുള്ള ഒരു നയതന്ത്ര പ്രതിനിധി കെട്ടിടത്തിലാണ് അഭയം പ്രാപിച്ചത്. ഇപ്പൊ ഇതേപോലെ അഭയം പ്രാപിച്ചിട്ടുണ്ട് നമ്മുടെ അസാഞ്ച്. പുള്ളി ഇതേപോലെ എംബസിയിലാണ് അഭയം പ്രാപിച്ചത്. എംബസി എന്ന് പറഞ്ഞാൽ വേറൊരു രാജ്യമാണ്. ഇപ്പം ഇക്വഡോറിന്റെ എംബസി ഇന്ത്യയിലുണ്ടെങ്കിൽ ആ എംബസിയും അതിന്റെ പരിധി പ്രദേശം ഒരു കൊച്ചു ഇക്വഡോറാണ്. അവിടെ കടക്കണമെങ്കിൽ, നമ്മുടെ ഗവൺമെന്റ് കടക്കണമെങ്കിലും അനുവാദം ചോദിക്കേണ്ട അവസ്ഥ അല്ല. അവിടെ ഒരു ക്രൈം നടന്നാലും അതിന് നമുക്ക് ഭയങ്കര ഇതുണ്ട്. അതാണ് സങ്കല്പം. ഒരാള് നമുക്ക് വേണമെങ്കിൽ ലംഘിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ ഒരു വ്യവസ്ഥ ലംഘിക്കപ്പെടും. അതാണ് ഒരു പ്രശ്നം. അവിടെ ഒരു സ്ത്രീകളില്ലാതാണ് ചെയ്തത്. പിന്നെ രണ്ടാമത്തേന് തിരുത്തിയെന്ന് തോന്നുന്നു. രണ്ടാമത്തേന് സ്ത്രീകളെയും വെച്ചു, സ്ത്രീകളുമായിട്ടൊക്കെ സമ്മതിക്കുന്നുണ്ട്. അത്രയും മാറ്റം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ, താലിബാന് മാറ്റം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ അത്രയും ഒരു മാറ്റം ഉണ്ടായി. So how do you see Pakistan-Taliban confrontation, and do you think that the Trump is the mastermind behind this by pushing Asim Munir to attack Taliban? ട്രംപ് മാസ്റ്റർ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഈ
അവിടുത്തെ ആ എയർബേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ താലിബാൻ യാതൊരു രീതിയിലും വിട്ടുവീഴ്ച ചെയ്യില്ല. അപ്പൊ എന്തായാലും പാകിസ്ഥാനെ ശരിക്കും ട്രംപ് പിടിച്ചതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. കാര്യം പാകിസ്ഥാൻ ഇതിനെല്ലാം ഇറാനെതിരെ ഉപയോഗിക്കാനായാലും അഫ്ഗാനിസ്ഥാനെതിരെ ഉപയോഗിക്കാനാണെങ്കിലും ഇന്ത്യക്കെതിരെ ഒരു ലെവറേജ് ഉണ്ടാക്കാനായാലും എല്ലാം പാകിസ്ഥാൻ നല്ലതാണ്. ബാറ്റ്